പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ ഒരു രാജാവും തൻ്റെ സഹായിയുമായിട്ട് കാട്ടില് ഒരു ഹണ്ടിങ്ങിനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ ഹണ്ടിങ്ങിനായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് ഒരു സിംഹം ഈ രാജാവിനെ അറ്റാക്ക് ചെയ്തുവെങ്കിലും ഈ കൂടെ പോയ സഹായി രാജാവിനെ വിടുവിച്ചു. രാജാവിനെ അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് ഉടനെ പറയുക, ദൈവം നല്ലവനാന്ന് പറഞ്ഞു. ദൈവം നല്ലവനാന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വേദന കൊണ്ട് പൊളയുന്ന രാജാവ് പറഞ്ഞു, ദൈവം എങ്ങനെ നല്ലവനാകും? ദൈവം നല്ലവനാണെങ്കിൽ സിംഹത്തെ കൊണ്ട് എന്നെ കടിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഈ ദാസൻ പറഞ്ഞു, യജമാനനെ, രാജാവേ, ദൈവം നല്ലവനാണ്. ഗുഡ്നെസ് ഓഫ് ഗാഡ്. അങ്ങനെ രാജാവ് പെട്ടെന്ന് നോക്കിയപ്പോൾ താൻ രക്ഷപ്പെട്ടു എന്നുള്ള ശരിയാ, പക്ഷെ തൻ്റെ ഒരു ചെറുവിരൽ കാണുന്നില്ല. രാജാവിന് ആകെ ദുഃഖവും സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് രാജാവ് കൊട്ടാരത്തിലെത്തിയപ്പോൾ സഹായി വീണ്ടും പറഞ്ഞു, രാജാവേ, ദൈവം നല്ലവനാണ്. രാജാവിന് ദേഷ്യം വന്നിട്ട് ഇവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ തൻ്റെ സഹായിയെ പിടിച്ച് ജയിലിൽ അടച്ചു. ദൈവം നല്ലവനാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. 6-7 മാസത്തിന് ശേഷം രാജാവ് വീണ്ടും വേറെ ഒരു സഹായിയുടെ കൂടെ വീണ്ടും വേട്ടയ്ക്കായിട്ട് കാട്ടിൽ പോയി. ഇപ്രാവശ്യം സിംഹമല്ല അറ്റാക്ക് ചെയ്തത്. ഇപ്രാവശ്യം മനുഷ്യരെ തിന്നുന്ന പ്രത്യേക ട്രൈബ് ഉണ്ടായിരുന്നു. ആളുകൾ തന്നെ ഇദ്ദേഹത്തെ പിടിച്ചു. ഈ ട്രൈബൽ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ രാജാവിനെ പിടിച്ച അവരുടെ ദേവനെ യാഗമായിട്ട് അർപ്പിക്കാനായിട്ട് ഇങ്ങനെ വലിയ തീയൊക്കെ ഇട്ട് അതിനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ യാഗപീഠത്തിൽ കൊണ്ട് ഈ രാജാവിനെ കിടത്തി. രാജാവ് മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇതൊരു വലിയ കഷ്ടമായി പോയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സിംഹം പിടിച്ചു, ഇപ്പോൾ ഇതാ മരണിക്കാൻ തന്നെ പോകുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ ഗോത്ര തലവൻ പറഞ്ഞു, ഈ മനുഷ്യനെ നമുക്ക് നരബലിയായിട്ട് അർപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. എന്താ കാര്യം? പൂർണ്ണതയുള്ള മനുഷ്യനെ മാത്രമേ നരബലിയായിട്ട് അർപ്പിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ദേവൻ പ്രസാദിക്കത്തുള്ളൂ. ഈ മനുഷ്യന് ചെറുവിരൽ ഇല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് യാഗമായി അർപ്പിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ആ രാജാവിനെ അവർ കെട്ടഴിച്ചു വിട്ടു. രാജാവും സഹായിയും വളരെ സന്തോഷത്തോടു കൂടെ കൊട്ടാരത്തിൽ മടങ്ങി വന്ന് രാജാവ് ചിന്തിച്ചു, പണ്ട് എന്നെ സ്നേഹമുള്ളൊരു ദാസനുണ്ടായിരുന്നു. അവൻ അന്ന് എന്നോട് പറഞ്ഞതാ, ദൈവം നല്ലവനാ, എല്ലാം ദൈവം നന്മയ്ക്കായിട്ടേ ചെയ്യത്തുള്ളൂ, നന്മയല്ലാതെ ദൈവം ഒന്നും തിന്മയായിട്ട് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ അന്ന് എൻ്റെ ചെറുവിരൽ നഷ്ടപ്പെട്ടപ്പോൾ നന്മയല്ല തിന്മയാണ് ദൈവം ചെയ്തതെന്ന് ചിന്തിച്ചു. എന്നാൽ ഇന്നലെ എൻ്റെ ജീവിതം മരണത്തോളം അപകടകരമായിരുന്നപ്പോൾ അന്ന് എനിക്ക് ചെറുവിരൽ നഷ്ടപ്പെട്ടത് ഇന്നെനിക്ക് നന്മയായി തീർന്നതോർത്ത് ആ ദാസനെ വിളിച്ചു. രാജാവ് അവനെ ആദരിച്ച് അവനെ മന്ത്രിയാക്കി തീർത്തു. ബൈബിളിൽ റോമർ 8:28 ഒരു വാക്യമുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്കും മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഏവർക്കും സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ചില മാസങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ വർഷിപ്പ് ടീം റിലീസ് ചെയ്തൊരു പാട്ടുണ്ട്, ഗുഡ്നെസ് ഓഫ് ഗാഡ്. ആ പാട്ടിൽ എല്ലാവരും ചേർന്ന് പാടുമെങ്കിലും ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ചിലരൊക്കെ പറയാറുണ്ട്, പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ നന്മയൊന്നുമില്ല, ബാക്കിയുള്ളവരുടെ ജീവിതത്തിലൊക്കെ നന്മയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ 1 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, 2 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, 3 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നന്മയൊന്നും കാണുന്നില്ല. ഞാൻ നിങ്ങളോടൊക്കെ പറയട്ടെ, ഈ രാജാവിനെ പോലെ പലപ്പോഴും നമ്മൾ ആ നന്മ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. ഇതിനേക്കാളും വലിയൊരു പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ചെന്ന് പെടുമ്പോൾ മാത്രമേ നമ്മളത് നന്മയായി എന്ന് ഒരുപക്ഷെ അറിയത്തുള്ളായിരിക്കും. എന്നാൽ അതിന് പകരം ഇന്ന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് സകലതും നന്മയ്ക്കായിട്ടാണ് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്തതും നനയ്ക്കാത്തതും ചോദിക്കാത്തതുപോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ കർത്താവായ യേശുവേ, സകലതും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവം, നന്മയല്ലാതെ വേറെ ഒന്നും ചെയ്തിടാത്ത ദൈവം, പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ശബ്ദത്തെ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് ഞങ്ങൾക്കൊരു നല്ല ബോധ്യം അങ്ങ് തരണം, അങ്ങ് നന്മയാണ് ചെയ്യുന്നതെന്നുള്ള.
ഞങ്ങളതിൽ വിശ്വസിപ്പാൻ, സ്വീകരിക്കാൻ, ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്, അങ്ങ് ഞങ്ങളെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട്, വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങിൽ വിശ്വസിപ്പാൻ, വലിയ കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഞങ്ങൾക്ക് അങ്ങ് ഇന്ന് നൽകണമേ. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. God bless you.